കാരണം ഈ ഡ്രോൺ ഏതാണ്, പലയിടങ്ങളിലും വെടിവെച്ചിട്ട ഡ്രോണുകളും അതിന്റെ പാർട്സുകളും ഒക്കെ നാട്ടുകാർക്കും സൈന്യത്തിനുമൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഏത് തരം, ഇപ്പോ തുർക്കിഷ് ഡ്രോണായ സോങ്ങർ ഉപയോഗിച്ചാണ് കഴിഞ്ഞ രാത്രിയിലും പകലുകളിലുമൊക്കെ ഈ പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തിയത്. അപ്പൊ സോങ്ങർ തന്നെയാണോ, അതല്ല ഇത് പുതിയ വല്ല ഡ്രോൺ വല്ലതുമാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. കഴിഞ്ഞ രാത്രിയിലൊക്കെ മിസൈൽ ആക്രമണം നടത്താനും പാക് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഫത്തേഹ് 1 ഉൾപ്പെടെയുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളൊക്കെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ പ്രതിരോധ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു കളഞ്ഞതാണ്. പക്ഷേ ഇന്ന് ഈ സമയം വരെയും മിസൈൽ അറ്റാക്കിന്റെ ഒരു സൂചനകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകളൊന്നുമില്ല. ഡ്രോൺ അറ്റാക്കുകളാണ് എല്ലായിടങ്ങളിലും നടന്നത്. പക്ഷേ കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഷെല്ലാക്രമണങ്ങൾ നടന്നതായുള്ള വാർത്തകളുണ്ട്. ഈ ഡ്രോൺ ആയാലും ഷെല്ലാക്രമണങ്ങളായാലും ഒക്കെ ഇതൊക്കെ ഒരു സ്ലീപ്പർ സെല്ലിനോ അല്ലെങ്കിൽ ഒരു ഭീകരവാദ ഗ്രൂപ്പുകൾക്കോ നിയന്ത്രിക്കാനോ പ്രവർത്തിപ്പിക്കാനോ കഴിയാവുന്നതേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായും ഈ ഡ്രോൺ ആക്രമണത്തിന്റെ ഒരു സവിശേഷത എന്ന് വെച്ചാൽ ഡ്രോൺ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ്. 45 കിലോ വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു ആയുധം കൂടിയാണ് ഈ ആളില്ലാ ചെറുവിമാനങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും അത് ആർമിക്ക് മാത്രമല്ല ചെറു സ്ലീപ്പിംഗ് സെല്ലുകൾക്കും സ്വന്തമാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഇത്തരത്തിൽ അതിർത്തിയിലുള്ള ഇത്തരം സ്ലീപ്പർ സെല്ല് ഭീകരവാദ കേന്ദ്രങ്ങൾ തൊടുത്തുവിടുന്നതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടത് തീർച്ചയായും പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നത്. ഇതാര് തൊടുത്തുവിടുന്നതാണ്? ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷവും അത് വയലേറ്റ് ചെയ്യുന്നത് അങ്ങേയറ്റം വലിയ വിശ്വാസ വഞ്ചനയാണ്, നെറികേടാണ്, വഞ്ചനയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ചും അമേരിക്കയെ പോലെ ഒരു വൻശക്തി രാജ്യം ഇടപെട്ട് മധ്യസ്ഥ നീക്കം നടത്തി വെടിനിർത്തലിലേക്ക് പോയൊരു കരാർ പാകിസ്ഥാൻ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മാനക്കേടാണ്. അതുകൊണ്ട് അമേരിക്കയുടെ ഒരു പ്രതികരണവും ഈ രാവിലെ തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് രാജ്യം ഉറ്റുനോക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്നൊരു പ്രതികരണം കാത്തു നിൽക്കുന്നുണ്ട്.